എല്ലാവർക്കും നമസ്കാരം. ഓം നമഃ ശിവായ. സ്ത്രീകൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത് ഒരു സാധാരണ ആചാര വിഷയം മാത്രമല്ല. അത് നമ്മുടെ സംസ്കാരത്തെയും ആത്മീയ ജീവിതത്തെയും ചേർത്തു നിർത്തുന്ന ഒരു പ്രധാന ഭാഗമാണ്. ശിവഭഗവാനെ ആരാധിക്കുന്നത് ലളിതവും ആഴത്തിലുള്ളതുമായ ഒരു ആത്മീയ അനുഭവമാണ്. അതുകൊണ്ടുതന്നെ ക്ഷേത്ര ദർശനം ഒരു ശാരീരിക യാത്ര മാത്രമല്ല, അത് മനസ്സിൻ്റെ ശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ പ്രയാണവുമാണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് ശരീരശുദ്ധി പാലിക്കുന്നത് അത്യാവശ്യമാണ്. കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് മനസ്സിൽ ഭക്തിയും വിനയവും നിറച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ദർശനത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. ശിവക്ഷേത്രങ്ങൾ സാധാരണയായി ശാന്തതയും ധ്യാനമൂല്യവുമുള്ള ഇടങ്ങളായതിനാൽ ശുദ്ധമായ മനസ്സും ശരീരവും അതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കും. വസ്ത്രധാരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ലളിതവും വിനയപൂർവവുമായ വേഷമാണ് ക്ഷേത്രങ്ങളിൽ അനുയോജ്യം. സാരി, സൽവാർ പോലുള്ള പരമ്പരാഗത വേഷങ്ങൾ സാധാരണയായി സ്വീകരിക്കപ്പെടുന്നു. അത്യാധുനികമോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. വസ്ത്രം നമ്മുടെ ഭക്തിയുടെ പ്രതിഫലനമായിരിക്കണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. മാസദിവസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു. ചില ക്ഷേത്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ പ്രവേശനം ഒഴിവാക്കണമെന്ന് വിശ്വാസമുണ്ട്. ഇത് ശാസ്ത്രീയമോ മതപരമോ ആയ ചർച്ചകൾക്ക് വിധേയമായ വിഷയമാണെങ്കിലും പലരും ഇത് പരമ്പരാഗത ആചാരമായി മാനിച്ചുകൊണ്ടാണ് പാലിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും വ്യക്തിപരമായ വിശ്വാസത്തിനും ക്ഷേത്രത്തിൻ്റെ നിയമങ്ങൾക്കുമനുസരിച്ചാണ്. ശിവക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാന്തതയാണ്. ശിവഭഗവാൻ ധ്യാനത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ ശബ്ദം കുറച്ച് മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറണം. ദർശനത്തിനായി ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷമയും നിയന്ത്രണവും പാലിക്കുന്നത് ഭക്തിയുടെ ഒരു രൂപമാണ്. ശിവലിംഗത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള ഭാവം വളരെ പ്രധാനമാണ്. കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് മനസ്സിലുള്ള വിഷമങ്ങളും ആശങ്കകളും ദൈവത്തിനോട് സമർപ്പിക്കുക. ശിവപൂജയിൽ ബില്വപത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 3 ഇലകളുള്ള ബില്വപത്രം ശിവന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇത് സമർപ്പിക്കുമ്പോൾ ശുദ്ധിയോടെ ശ്രദ്ധയോടെ സമർപ്പിക്കണം. തകർന്നതോ വാടിയതോ ആയ ഇലകൾ ഉപയോഗിക്കരുത്. ക്ഷേത്രത്തിൽ നടക്കുന്ന അഭിഷേകങ്ങളും പൂജകളും കാണുമ്പോൾ അതിൽ ഇടപെടാതെ ഭക്തിയോടെ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുന്നതും ഉചിതമാണ്. ചിലർ ആവേശത്തോടെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത് മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. പ്രസാദം സ്വീകരിക്കുമ്പോൾ വിനയവും ആദരവും പുലർത്തണം. ലഭിക്കുന്ന പ്രസാദം വിശുദ്ധമാണെന്ന ബോധ്യത്തോടെ കൈകൊണ്ട് സ്വീകരിച്ച് ആദരത്തോടെ ഉപയോഗിക്കണം. അത് കളയുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടുതലായതിനാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഫോൺ സൈലൻ്റ് മോഡിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്യുന്നത് പല ക്ഷേത്രങ്ങളിലും അനുവദനീയമല്ല. അതിനാൽ ക്ഷേത്രത്തിൻ്റെ നിയമങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. ഭക്തിയില്ലാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് വലിയ അർത്ഥമില്ല.
ശിവഭഗവാൻ ലാളിത്യത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. അതിനാൽ സത്യസന്ധമായ പ്രാർത്ഥനയും ശുദ്ധമായ മനസ്സുമുള്ളവർക്കാണ് ദൈവാനുഗ്രഹം കൂടുതൽ ലഭിക്കുക. അവസാനമായി, ഈ എല്ലാ കാര്യങ്ങളും കർശനമായ നിയമങ്ങളായി കാണേണ്ടതില്ല. ഓരോ ക്ഷേത്രത്തിനും സ്വന്തം ആചാരങ്ങളും രീതികളും ഉണ്ടായിരിക്കും. കുടുംബ പരമ്പരകളും പ്രാദേശിക വിശ്വാസങ്ങളും അനുസരിച്ച് ഈ കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടായേക്കാം. അതിനാൽ അവയെ മാനിച്ച് ഭക്തിയോടെയും വിനയത്തോടെയും ക്ഷേത്രദർശനം നടത്തുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ആത്മീയ വളർച്ചയ്ക്കും മനസ്സിൻ്റെ സമാധാനത്തിനും സഹായിക്കുന്ന ഒരു മാർഗനിർദ്ദേശമായി ഇതിനെയൊക്കെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്.